കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചു. പ്രാദേശിക ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണവില പരമാവധി ഉയർത്തുകയാണ്. ഏലക്ക ലേലത്തിൽ വരവ് ചുരുങ്ങി. മധ്യ കേരളത്തിലെ ചെറുകിട വിപണികളിൽ പുതിയ ജാതിക്ക കൂടുതലായി വിൽപ്പനയ്ക്കെത്തി. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ വരും ദിനങ്ങളിൽ ലഭ്യത ഉയരും. കയറ്റുമതിക്കാരും ഔഷധ വ്യവസായികളും ചരക്ക് സംഭരിക്കുന്നുണ്ട്. പച്ച ജാതിക്കായ കിലോ 175 രൂപ വരെ താഴ്ത്തി. അതേസമയം മികച്ച കായ്ക്ക് 240 രൂപ വരെ വിലയുണ്ട്. ജാതി പരിപ്പ് കിലോ 550 വരെ ഉയർന്നു. ബക്രീദ് ആഘോഷങ്ങൾ കഴിയുന്നതോടെ കറിമസാല നിർമ്മാതാക്കളിൽ നിന്നും വൻ ഓർഡറുകൾക്ക് സാധ്യതയുണ്ട്. ഏലക്ക ലേലത്തിൽ വരവ് പൊടുന്നനെ ചുരുങ്ങിയതുകൊണ്ട് വാങ്ങലുകാർ സംയമം പാലിച്ച് വിലക്കയറ്റ സാധ്യതകളെ പിടിച്ചു നിർത്തി. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിൽ ആകെ 6816 കിലോഗ്രാം ഏലക്ക മാത്രമാണ് വിൽപ്പനയ്ക്കെത്തിയത്. ഇതിൽ 4781 കിലോയും വിറ്റഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇടപാടുകാരും ചില കയറ്റുമതിക്കാരും രംഗത്തുണ്ടായിരുന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2720 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ 2260 രൂപയിലും കൈമാറ്റം നടന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചു. പ്രാദേശിക ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണവില പരമാവധി ഉയർത്തുകയാണ്. കൊച്ചിയിൽ 2 ദിവസം കൊണ്ട് വെളിച്ചെണ്ണ വില 600 രൂപ വരെ വർദ്ധിച്ച് 30,800 രൂപയായപ്പോൾ കാങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 1 രൂപ പോലും ഉയർന്നിട്ടില്ല. കൊച്ചിയിൽ കൊപ്ര വില 20,400 രൂപയിൽ നിന്നും 20,600 രൂപയായി. വ്യവസായിക ഡിമാൻഡ് മങ്ങിയത് കൊക്കോ ഉൽപ്പാദകരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏതാനും ആഴ്ചകളായി അവർ കൊക്കോ വാങ്ങൽ വെട്ടിക്കുറച്ചതെന്ന് വ്യാപാര രംഗം പറയുന്നു. ഈ മാസം പിന്നിടുന്നതോടെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കൊക്കോ വിളവെടുപ്പ് പൂർത്തിയാകും. പച്ചക്കൊക്കോ കിലോ 90 രൂപയിലും പരിപ്പ് 440 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോ സമൃദ്ധി പദ്ധതിയിലേക്കും നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ പദ്ധതിയിലേക്കും കർഷകർക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. ആദ്യമായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോസമൃദ്ധി പദ്ധതിയുമായി സംയോജിപ്പിച്ച് ആദ്യഘട്ടത്തിൽ 50,000 കന്നുകാലികൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത്. ഗോസമൃദ്ധി പദ്ധതി വഴി 1 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 15% മാത്രം ഉടമസ്ഥർ അടച്ചാൽ മതി. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതി പ്രകാരം ആകെ പ്രീമിയത്തിന്റെ 15% തുക ഗുണഭോക്താവ് അടയ്ക്കണം. പ്രീമിയത്തിനുള്ള സർക്കാർ സഹായത്തിന്റെ 60% തുക കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കും. 1 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഇൻഷുർ ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഒരു വീട്ടിൽ ഒരു ഉപഭോക്താവിന്റെ 5 പശുക്കളെ ഇൻഷുർ ചെയ്യാം. ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി സമീപത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാം. പദ്ധതിയിൽ ചേരുന്നതിന് ഫീസില്ല. ഇതിനായുള്ള അപേക്ഷ സർക്കാർ വെറ്റിനറി ആശുപത്രികളിൽ നിന്ന് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓണക്കനി പദ്ധതിയുമായി കുടുംബശ്രീ. ഇത്തവണ ഓണത്തിന് കുടുംബശ്രീ കർഷകർ മുഖേന 10,272 ഹെക്ടർ ഭൂമിയിലാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓണത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ ഇത്തവണയും കുടുംബശ്രീ ഒരുങ്ങിക്കഴിഞ്ഞു. പച്ചക്കറി മുതൽ ചിപ്സും ശർക്കര വരട്ടിയും ഉൾപ്പെടെ ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം കുടുംബശ്രീ ഇത്തവണയും മലയാളികൾക്ക് ലഭ്യമാക്കും. പൂക്കളമിടാനുള്ള പൂക്കളും കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കും. 25,680 ഏക്കർ പച്ചക്കറി കൃഷിക്കാണ് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6,882 ഏക്കർ മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷം കുടുംബശ്രീയുടെ വനിതാ കർഷകർക്ക് ഓണക്കാലത്ത് ലഭിച്ചത് 7.8 കോടിയുടെ വിറ്റുവരവായിരുന്നു. കൃഷിക്കായി അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം പച്ചക്കറി തൈകൾ കുടുംബശ്രീ ജൈവിക പ്ലാന്റ് നഴ്സറി വഴിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പയർ, വെണ്ട, തക്കാളി, മുളക്, പാവൽ, പടവലം, മത്തൻ, വഴുതന, ചുരയ്ക്ക, കുമ്പളം തുടങ്ങി എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി തൈകൾ തയ്യാറാക്കുന്നതിന് ഓരോ CDSലും സംഘകൃഷി ഗ്രൂപ്പുകളുണ്ട്. 25,000 രൂപ റിവോൾവിംഗ് ഫണ്ട് സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ നഴ്സറി പരിപാലനം, തൈകളുടെ ഉൽപാദനം, വിളകളുടെ പരിപാലനം, കീടനാശിനികളുടെ ഉൽപാദനം, വിളവെടുപ്പ് തുടങ്ങിയവയ്ക്കായി സാങ്കേതിക പരിശീലനവും നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാം ഗഡു ഈ മാസം അനുവദിക്കും. പദ്ധതിയുടെ ഗുണഭോക്താവായ കർഷകന് 2000 രൂപയാണ് അക്കൗണ്ടിൽ എത്തുക. ഇന്ത്യയിലുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിനായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഇതിന്റെ 19ാം ഗഡു 2025 ഫെബ്രുവരി 24 വിതരണം ചെയ്തിരുന്നു. 22,000 കോടി രൂപ 9.8 കോടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറിയിരുന്നു. വരാനിരിക്കുന്ന 20ാം ഗഡു ജൂൺ ആദ്യത്തെയോ രണ്ടാമത്തെയോ വാരത്തിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസം സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് 2,000 രൂപയുടെ 3 തുല്യ ഗഡുക്കളായി 4 മാസം കൂടുമ്പോൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. പദ്ധതിയുടെ ഭാഗമായി തുക ലഭിക്കുന്നതിന് EKYC നിർബന്ധമാണ്. PM കിസാൻ പോർട്ടലിൽ തന്നെ EKYC സൗകര്യം ലഭ്യമാണ്. OTP മുഖേനയുള്ള സൗകര്യമാണ് പോർട്ടലിൽ നിലവിലുള്ളത്. ബയോമെട്രിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കി സമർപ്പിക്കുന്ന EKYCക്ക് പൊതുസേവന കേന്ദ്രങ്ങളെയും സമീപിക്കാവുന്നതാണ്. ഇതിനു പുറമെ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഉറപ്പുവരുത്താൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീരകർഷകരുടെ വായ്പകളിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി കേരള ബാങ്കുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ധാരണാപത്രം പ്രകാരം 10 ലക്ഷത്തിലധികം ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് ലഭ്യമാകും. കേരള ബാങ്ക് ശാഖകളിലൂടെ ക്ഷീരകർഷകർക്കായി അനുവദിക്കുന്ന വായ്പകളിൽ ഇനി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിൽമയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത 10.6 ലക്ഷത്തിലധികം ക്ഷീരകർഷകർക്ക് ഇത് ബാധകമാകും. അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി കേരള ബാങ്ക് ധാരണാപത്രം ഒപ്പുവെച്ചതോടെയാണ് പദ്ധതി നിലവിൽ വരുന്നത്. ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലിന്റെ സാന്നിധ്യത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് M. ചാക്കോയ്ക്ക് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ജനറൽ മാനേജർ ലളിത് ഖർബാണ്ഡെ ധാരണാപത്രം കൈമാറി. ക്ഷീരമിത്ര വായ്പാ പദ്ധതിയിലൂടെ ലളിതമായ വ്യവസ്ഥയിൽ ക്ഷീരകർഷകർക്ക് 3 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാണ്. കന്നുകാലി വാങ്ങൽ, അടിസ്ഥാന സൗകര്യ വികസനം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് വായ്പ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 142, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 30,800, കൊപ്ര 21,300, ചുക്ക് 22,500.